കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത റിലേറ്റഡ് വീഡിയോയ്ക്ക് ഒത്തിരി അനുകൂലികളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു. നെടുനീളം കമൻറ്റുകളൊക്കെയാണ് ചില ആൾക്കാർ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാനായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ ഇതുമായി റിലേറ്റ് ചെയ്ത് ചെയ്യുന്നത്. പണ്ട് ആൾക്കാർ കമ്പ്യൂട്ടറിനെയും ട്രാക്ടറിനെയൊക്കെ എതിർത്ത പോലെയാണ് ഇന്നിപ്പോൾ ഐനെ എതിർക്കുന്നത്. ഈസ് ദ ഫ്യൂച്ചർ, ഇനി എല്ലാം മയമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. ഈസ് ദാറ്റ് ദ ഫ്യൂച്ചർ യു വാണ്ട് എന്നുള്ള കാര്യമേ ഞാൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എന്നെ വെച്ചിട്ട് തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു 5 കൊല്ലമായിട്ട് യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് വേറെ 2 ചാനൽസ് ഉണ്ട്, ഫുട്ബോൾ റിലേറ്റഡ് ചാനൽസാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ 5 കൊല്ലമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് അത്യാവശ്യം വ്യൂവേഴ്സും ഉണ്ട്. ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ് ഈ പറയുന്ന പോലെ വെച്ചിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു പെയ്ഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രീമിയം ChatGPT സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹിസ്റ്ററി ഇൻ മലയാളം എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു കൊടുക്കുന്നു. ആ കിട്ടുന്ന സാധനം ഞാൻ ടെക്സ്റ്റ് ടു വോയിസ് എന്നുള്ള രീതിയിലേക്ക് ആക്കും. ഇപ്പോൾ നമുക്കറിയാം പല ടൂൾസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ രൂപത്തിലും എൻ്റെ അതേ സൗണ്ടിലും തന്നെ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒനാനയുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇവൻ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, A donkey. I'm an absolute trash bin. I deserve to be made fun of again tonight. Yes, I'm conceding these goals on purpose. ആക്ച്വലി ഡേഞ്ചറസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്തൊരു വീഡിയോയാണ്. അപ്പോൾ അതിനകത്ത് അയാമെ ഡോങ്കി എന്നൊക്കെയാണ് ഒനാന പറയുന്നത്. അപ്പോൾ ആക്ച്വലി ആ ഒരു പുള്ളിക്കാരൻ അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. ശരിക്കും ഒനാന പറഞ്ഞതാണെന്നുള്ള രീതിയിൽ വിശ്വസിച്ചിട്ട് പുള്ളിക്കാരൻ എനിക്ക് അയച്ച മെസ്സേജാണത്. അപ്പോൾ അങ്ങനെ എന്ന് പറയുന്ന പോലെ എൻ്റെ അതേ മോഡുലേഷനിലും ഞാൻ പറയുന്ന അതേ സ്റ്റൈലിലും വീഡിയോസ് വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതെനിക്ക് ചെയ്തെടുക്കാനായിട്ട് വെറും അരമണിക്കൂർ സമയം മതി. ഇനി നിങ്ങൾ പറയൂ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന പോലെ ആൾക്കാരോട് വീഡിയോ ചെയ്ത് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ റെഗുലർ വ്യൂവേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവരോട് ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാനിങ്ങനെ ജനറേറ്റഡ് ആയിട്ടുള്ള ലോ എഫേർട്ട് ലേസി കണ്ടൻറ്റുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇത് നിങ്ങൾ ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങളൊരു പക്ഷേ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വരുന്ന കണ്ടൻറ്റുകൾ ബ്രെയിൻ ക്യാൻഡി പോലെ എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിപ്പോൾ ജനറേറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവങ്ങൾ കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒതൻറ്റിക്കായിട്ട് ഞാൻ തന്നെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ നോർമലി എന്തെങ്കിലും ഒരു ക്ലബിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീമിൻ്റെ ഹിസ്റ്ററി വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പല സ്ഥലത്തു നിന്നും വായിച്ച് നോക്കിയതിന് ശേഷം അപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ചാനലിലേക്ക് വരുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്, കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, എൻ്റയർലി ന്യൂ സബ്ജക്റ്റുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി എതിരാണെന്നൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ChatGPT, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കെവിൻ ഡി ബ്രൂയിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ കെവിൻ ഡി ബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി എത്ര ഗോളുകളും അസിസ്റ്റുകളും നേടിയെന്നുള്ളത് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി തപ്പിയെടുക്കാനായിട്ട് കുറേ സമയം എടുക്കും. പക്ഷേ ChatGPTയോട് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എത്ര ഗോളും അസിസ്റ്റും തന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അത് തരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആസ് എ ടൂൾ നമുക്കത് ഉപയോഗിക്കുന്നതിൽ ഇറ്റ്സ് ഫൈൻ. കാരണം ഗൂഗിളിന് പകരമായിട്ട് പല കാര്യങ്ങൾക്കും ഒത്തിരി സംഭവങ്ങൾ തപ്പി സമയം കളയണ്ട, അതിനകത്ത് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എളുപ്പമാണ്. പക്ഷേ കംപ്ലീറ്റ്ലി വച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ രൂപത്തിലാക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ രൂപത്തിലാക്കുന്നു, അതിനുശേഷം അത് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഇപ്പം മാത്രമല്ല, ഇപ്പം അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോയ്ക്ക് സെയിം രീതിയിലുള്ള റവന്യൂ കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ റിസർച്ച് ചെയ്ത് വീഡിയോ ചെയ്യണ പരിപാടി നിർത്തും. കംപ്ലീറ്റ്ലി ഞാൻ ലേസി ആവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ കൊണ്ട് ചെയ്യാറ് എന്തിനും ഞാൻ മണിക്കൂറുകളോളം ഓരോ ടീമിനെയും പ്ലേയേഴ്സിനെയും പറ്റിയൊക്കെ റിസർച്ച് ചെയ്യണം. അതിനും ഭേദം ജനറിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഇൻ്റർനെറ്റിൽ നിന്ന് വരും, അതെടുത്ത് അങ്ങ് പൂശിയാൽ പോരെ. ഇതേ സെയിം പരിപാടിയാണ് ജനറേറ്റഡ് കണ്ടന്റ് വെച്ച് പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. 24 ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ അവർ കംപ്ലീറ്റ്ലി ജനറേറ്റഡ് കണ്ടൻറ്റൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. അതിന് 1 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് കിട്ടുന്നുണ്ട്, അത് ആൾക്കാർ കാണുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. എനിക്ക് പോലും ആ പെണ്ണ് സംസാരിക്കുന്നത് ആണോ മനുഷ്യനാണോ എന്നുള്ളൊരു സംശയം വരെ എനിക്ക് തോന്നിയെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈസ് ദാറ്റ് ദ ഫ്യൂച്ചർ ദാറ്റ് യു വാണ്ട്? ഇങ്ങനൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് ആവശ്യം. കാരണം നിങ്ങളുടെ എല്ലാ ഫേവററ്റ് യൂട്യൂബേഴ്സും അതല്ലെങ്കിൽ വലിയ മീഡിയ കമ്പനികളൊക്കെ എല്ലാം ജനറേറ്റഡ് കണ്ടന്റ് ഇടുന്നതായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഷാൻജിയോ, ഫിറോസ് ചുട്ടിപ്പാറ, അവരെയൊക്കെ വിടാം. ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിയൊക്കെ അതുപോലെ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ അതിൽ ഫോണിൻ്റെ റിവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഈ പറയുന്ന പോലെ സാധനം വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ, ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇൻ ഫ്യൂച്ചർ ഇത് കുറേ കൂടി മെച്ചപ്പെടും, റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് ഇത് മാറും. ഇപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജസിലാണ്. വിത്തിൻ 1 or 2 years
അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടായില്ല. അപ്പോൾ എൻ്റെ അതേ ലുക്കലേക്കും എൻ്റെ അതേ മാനറിസം വെച്ചിട്ട് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രേക്ഷകരെ പറ്റിക്കുകയല്ലേ. ഞാൻ അത്രേ കാണുന്നുള്ളൂ. ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കി. ഫുള്ളി AI ജനറേറ്റഡ് കണ്ടൻറ്റ്, ലോ എഫേർട്ട്, ലേസി, ലോ ക്വാളിറ്റി, ചീപ്പ് കണ്ടൻറ്റ്സ്. അതാ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഐ ആം നോട്ട് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് AI ഓർ എനിത്തിങ്. AI നമുക്ക് ആവശ്യമാണ്. AI കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാനത് ഉപയോഗിക്കാൻ എൻ്റെ ഓഫീസ് വർക്കിനാണെങ്കിലും പല സമയത്ത് ഞാനത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ AI കണ്ടൻറ്റുകൾ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് ഇങ്ങനെ നിരന്തരം വന്ന, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫേസ്ബുക്കിൽ കഴിഞ്ഞ വീഡിയോ തന്നെ എക്സാമ്പിൾ പറയുന്നത് ഒത്തിരി AI കണ്ടൻറ്റുകൾ ഇങ്ങനെ കാണുന്നൊരു ട്രെൻഡ്. മാത്രമല്ല കഴിഞ്ഞ വീഡിയോയ്ക്ക് ആ വീഡിയോ കണ്ടിട്ട് ഈ AI സ്ലോപ്പ് കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ അതിനകത്തൊന്ന് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തൊരാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT കൊണ്ട് ഒരു കമൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് കമൻ്റായിട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. പക്ഷേ ആൾ അതിനകത്ത് താഴത്തെ പോർഷൻ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ AI ജനറേറ്റഡ് സ്വന്തമായിട്ടൊരു കമൻ്റ് ഇടാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ആൾക്കാർക്ക്. AI ജനറേറ്റഡ് കമൻ്റാണ് കൊണ്ടുവന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇൻ്റർനെറ്റ് യൂസ് ടു ബി ഫൺ ഗൈസ്. ഇൻ്റർനെറ്റ് ഒരു ആൾക്കാർക്ക് സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫൺ പ്ലേസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കംപ്ലീറ്റ്ലി മോണിറ്റൈസേഷൻ, എൻഗേജ്മെൻറ്റ് ഫാമിംഗ്, അറ്റൻഷൻ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയത്. പണ്ടത്തെ താങ്ക് ഗോഡ് പഴയ യൂട്യൂബൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിലേക്ക് മാറി. ഇനിയിപ്പോൾ എനിക്കതിൻ്റെ യൂസ് കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ ആഡ് റവന്യൂ ഈ പറഞ്ഞ ചാനലുകളിൽ നിന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് യൂസ് ടു ബി ഫൺ. ഇപ്പോൾ പഴയ പോലെ ക്രിയേറ്റിവിറ്റി സംഗതികളൊന്നും ഇല്ല. ഈ പറഞ്ഞ AIൻ്റെ ഈ സെറ്റപ്പും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ലോകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് കണ്ടൻറ്റുകൾ നിങ്ങളുടെ ഫീഡിൽ വരുന്നൊരു ലോകമാണോ ആഗ്രഹിക്കുന്നത്? അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ? നിങ്ങൾ തന്നെ കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.